പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കിയല്ലോ. ഇത് തേങ്ങ ചിരവിയിട്ട് മൂന്നാം പാലാണ്. തേങ്ങ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത മൂന്നാമത്തെ പാലാണേ. പാല് കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് വറുത്തിട്ട് കഴുകിയതാണേ. അതിലിടാം. കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ശർക്കരയാണ്, ഉരുക്കാൻ വെച്ചതാണ്. ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുക്കാം. പരിപ്പ് വെന്തിട്ടുണ്ടേ. പരിപ്പ് നല്ല വെന്തുടഞ്ഞിട്ടില്ല, എന്നാലും വെന്തിട്ടുമുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുക്കറിൽ നിന്ന് ഇതിലേക്ക്, ഇത് രണ്ടാം പാലാണേ, തേങ്ങയുടെ രണ്ടാം പാലാണ്. മൂന്നാം പാലിലാണ് നമ്മൾ പരിപ്പ് വേവിച്ചത്. ഇത് രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. ഇതിനെ തിളച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കട്ടെ. ബാക്കി കുറച്ച് പരിപ്പ് ഒന്നും കൂടെ വേവുകയും ചെയ്യും. പരിപ്പ് നല്ലോണം വെന്തുടഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കുക്കറിലിട്ടതാണെങ്കിലും കൂടെ കുറച്ച് വേവ് കുറച്ചതാണ്. വെന്തുടയ്ക്കണമെങ്കിൽ നല്ലോണം ഒന്നും കൂടെ വേവിച്ചാൽ മതി. കണ്ടോ, നല്ലോണം തിളച്ചിട്ട് ഒന്നും കൂടെ കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാവ് ഒഴിക്കാം. ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ ഉരുക്കോളും. ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 സ്പൂണ് ഏലക്കായപ്പൊടി, 1/4 സ്പൂൺ ജീരകപ്പൊടി, 1/4 സ്പൂൺ ചുക്കുപൊടി, എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. ഞാനതൊക്കെ തിളച്ച സ്റ്റവ് ഓഫ് ചെയ്തു. ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ഒഴിക്കണേ. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടേ. ഒന്നാം പാൽ ഒഴിക്കാം. നല്ലോണം ഇളക്കുക. നമുക്ക് ഇതിൽ വറവിടാം. 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ചേർക്കാം. തേങ്ങ മൂത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കാം. ഇതിന് പായസത്തിലേക്ക് കുരുവിക്കാം. നല്ലോണം ഇളക്കാം. ഇത് ചൂടാറുന്നതിനനുസരിച്ചിട്ട് ഇത് കുറുകൂട്ടോ ഒന്നും കൂടെ. അപ്പം നമ്മുടെ അടിപൊളി പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കണ്ടോ, പായസം റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.